ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. നിങ്ങളിപ്പോൾ ഈ പോസ്റ്റർ നോക്കണ്ട, ഞാൻ പറയുന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അവസാനം ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കാണരുത്. കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനൊരു ബ്ലാങ്ക് സ്ലൈഡ് ഇടുന്നു. ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു, വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തു. പല കുട്ടികളും ക്രിസ്മസ് എക്സാമിന് പഠിച്ചിട്ടില്ല. കാരണം ചില കുട്ടികൾ, ഏറ്റവും കൂടുതൽ കുട്ടികൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്, സാർ പഠിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്, ഞാൻ സാധാരണ ഒരു വിദ്യാർത്ഥിയല്ല, ഞാൻ ആദ്യം മുതലേ പഠിച്ചു വന്നൊരു കുട്ടിയാണ്, എന്നിട്ട് പോലും എനിക്ക് ഈ ക്രിസ്മസ് എക്സാം നന്നായിട്ട് ടഫായിട്ടുണ്ട് സാർ, മറ്റുള്ള കുട്ടികളൊന്നും പറയുന്നത് പോലെ അല്ല എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് മാസങ്ങളിലൊക്കെ നന്നായിട്ട് സാധാരണ പഠിക്കുന്നതിലൊക്കെ അധികം ടൈം എടുത്തുകൊണ്ട് രാത്രി ഉറങ്ങുന്ന അളവുകളൊക്കെ എത്രയോ കുറച്ചുകൊണ്ട് ട്യൂഷന് പോയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച +1 മക്കൾ ഒരുപാടുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ എക്സാം ടഫായിരുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു സങ്കടമാണ്. പക്ഷേ നമ്മൾ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞത് ക്രിസ്മസ് എക്സാമാണ്. പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടാത്ത മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അൾട്ടിമേറ്റ് എയിം +1 പബ്ലിക് എക്സാമാണ്. SSLC എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ അനുഭവിച്ച കുറേ പ്രഷറുകളുണ്ട്. യൂണിറ്റ് ടെസ്റ്റിൽ മാർക്ക് കുറയുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ, ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറയുന്ന സമയത്ത്, മോഡൽ എക്സാമിന് മാർക്ക് കുറയുന്ന സമയത്ത്, ഓണം എക്സാമിന് മാർക്ക് കുറയുന്ന സമയത്ത്. അപ്പോൾ ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകൾ എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്, അതിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ദൗർഭാഗ്യം കൊണ്ടോ, രണ്ടും പറയാം, അതിന് രണ്ടിനും റീസൺ ഉണ്ട്. എക്സാം അത്യാവശ്യം ടഫായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നടത്തുന്നത്. പബ്ലിക് എക്സാം പൊതുവേ ഭയങ്കര ടഫ് ആവാറില്ല, അത് നിങ്ങൾക്കൊരു ആശ്വാസമാണ്. എങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല പബ്ലിക് എക്സാം എളുപ്പമാവോ ടഫാവോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. നിങ്ങളൊന്നും അറിയാത്തൊരു മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം പോകുന്നൊരു ക്ലാസ് ഉണ്ട്, അതായത് അഗ്നി ബാച്ചാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത മക്കൾക്കുള്ള ക്ലാസ് അല്ല. ഇന്നലെ കൂടി ഞാൻ ക്ലാസ് എടുത്തതാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അതിലെല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ഉണ്ടാവും. അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ മുതൽ, അതിൻ്റെ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ മുതൽ, അതിൻ്റെ ആവറേജ് ക്വസ്റ്റ്യൻ മുതൽ, അതിൻ്റെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻ മുതൽ, അതിൻ്റെ എക്സ്ട്രാ ഹൈ ലെവലിലേക്ക് വരുന്ന രീതിയിൽ ആ കാണുന്ന അഗ്നി ബാച്ചിലെ റിവിഷൻ ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കും. അതിൻ്റെ ഡ്യൂറേഷൻ ഒരു 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ അത് പോവാം. ഈ 2 മണിക്കൂറിന് 3 മണിക്കൂറിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ടോപ്പിക്കും, ഒരു ചാപ്റ്റർ അത്രയും ശരിക്കും ഒരു 5-10 പോയിന്റ് മെയിനായിട്ട് പഠിക്കാനുണ്ടാവുള്ളൂ. ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് വലിയ ചാപ്റ്റർ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ചാപ്റ്റർ ലെങ്ത്തിനനുസരിച്ചാണ് നമ്മുടെ ഡ്യൂറേഷൻ വരിക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിൽ മാക്സിമം നമ്മൾ കൊണ്ടാകുന്ന അത്രയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. നോർമൽ നിങ്ങൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓൾറെഡി ചാപ്റ്ററെ പറ്റിയൊക്കെ പഠിച്ച ആൾക്കാരാണ് ഒരുവിധ ആൾക്കാരൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അതിലൂടെ പബ്ലിക് എക്സാമിനേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ആവാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബാച്ചാണ് അഗ്നി ബാച്ച്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കട്ടെ. അതിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 15% ഓഫർ ഉണ്ട്. കൂടാതെ തന്നെ ഈ ജനുവരി 10 മുമ്പ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് സ്മാർട്ട് വാച്ചുകളും എന്തുണ്ട്, ഈ കാണുന്ന പിന്നെ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് 5 ആളുകൾക്ക് സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള അവസരം കൂടിയുണ്ട്. നിങ്ങളത് സ്മാർട്ട് വാച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്ലാസ് ഗ്യാരണ്ടിയാണ്, നല്ല ക്ലാസ്സുകളാണ്, യാതൊരു സംശയമില്ല. ഇനി മാത്സ് പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്. മാത്സിൻ്റെ ആൻസർ കീ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ആൻസർ കീ മീൻസ് ആൻസർ ഷീറ്റ്, ഓരോ ചോദ്യവും എടുത്തിട്ട് അനാലിസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിലാണ് മാർക്ക് കുറഞ്ഞത്, ഏത് ചാപ്റ്ററിലാണ് മാർക്ക് കുറഞ്ഞത്, കുറയാനുള്ള റീസൺ എന്താണ്? റീസൺ പല തരത്തിലുണ്ട്. ഒന്ന്, നിങ്ങൾ ഇതുവരെ കാണാത്ത ചോദ്യം, നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടും ഇതുവരെ കാണാത്ത ചോദ്യം ഉണ്ടെങ്കിൽ അതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക, കാരണം ആ ടോപ്പിക്കിലേക്ക് നമുക്ക് വളരാനുണ്ട്. രണ്ടാമത്തേത്, നിങ്ങൾ ചെയ്യുമ്പോൾ പകുതിയായിട്ട് സ്റ്റെക്കായി പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പഠിച്ച ട്രാക്ക് കറക്റ്റ് അല്ല, നിങ്ങൾക്ക് പല ഇക്വേഷൻസും അറിയില്ല, അതുകൊണ്ടാണ് അത് പകുതിയായിട്ട് നിന്നു പോകുന്നത്. പിന്നെ ചില ചോദ്യങ്ങൾ ഈവൻ നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ചോദ്യങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഇനി ട്യൂഷന് പോകുന്ന മക്കളുണ്ട്, അതായത് അഗ്നി ബാച്ചിൽ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം കണ്ടുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ ഏത് തരത്തിലുള്ള വിദ്യാർത്ഥിയാണെങ്കിലും ഈ 3 മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞടാ, നമ്മൾ വിചാരിച്ചതൊക്കെ നേടാൻ പറ്റിയെങ്കിൽ നമ്മൾ ജീവിക്കാൻ എന്തെങ്കിലും രസമുണ്ടോ? നമ്മൾ കഷ്ടപ്പെട്ടതിനൊക്കെ നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ പിന്നെ അതിന് ജീവിതം എന്ന് പറയണമെന്നുണ്ടോ? നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെടും, അതിന് ചിലപ്പോൾ റിസൾട്ട് കിട്ടൂല. എവിടെ നമ്മൾ വീണ് പോയിട്ടുണ്ടോ, എവിടെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ, അതാണ് നമ്മുടെ പരാജയം. ഞാൻ എപ്പോഴും പറയാണ്ട്, ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് പറയട്ടെ. 10ാം ക്ലാസ്സിൽ എൻ്റെ മാത്സിൻ്റെ ഗ്രേഡ് ഏതാണ്? B+ ആണ്. +1 എനിക്ക് മാത്സിൻ്റെ ഗ്രേഡ് B+ ആണ്. +2 എനിക്ക് മാത്സിൻ്റെ ഗ്രേഡ് B+ ആണ്. അന്ന് അത്യാവശ്യം എക്സാം ടഫായിട്ടുള്ള ടൈമുകളിൽ തന്നെയാണ്, അതായത് സാധാ സിമ്പിളായിട്ടുള്ള എക്സാം ഇപ്പോഴല്ലേ സിമ്പിളായി തുടങ്ങിയത്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഉണ്ടാവാറുള്ളത്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അല്ല. അപ്പോൾ അതിൽ എനിക്ക് B+ നേടാൻ പറ്റിയിട്ടുണ്ട്.
ഇതിൽ 10ലും +1ലും ഞാൻ ട്യൂഷന് പോയിട്ടില്ല. +2ൽ ഞാൻ ട്യൂഷന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു B+കാരനായിട്ടുള്ള എനിക്ക് ഇവിടെ വന്നുകൊണ്ട് നിങ്ങളോട് മാത്സ് എങ്ങനെ പഠിക്കണമെന്ന് പറയാനുള്ളൊരു യോഗ്യത ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഉണ്ട് എങ്കിൽ അവിടെ ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് അറിയോ? അത് എൻ്റെ ഹാർഡ് വർക്കാണ്. ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിച്ചിട്ടാണ്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ്. ഒരുപക്ഷെ ആ സബ്ജക്റ്റിനോട് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത്. എൻ്റെ മനസ്സിൽ അന്ന് അങ്ങനത്തെ ഒരു എയിമൊന്നുമില്ല, ടീച്ചർ ആവണം എന്നുള്ള ഒരു എയിമൊന്നുമില്ല. എൻ്റെ മനസ്സിലേക്ക് ടീച്ചർ ആവണം എന്നുള്ള ഒരു എയിം വന്നത് ഒരു 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 കോമിക് സിറ്റുവേഷനാണ്. സുവോളജിൻ്റെ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബോട്ടണിൻ്റെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ സുവോളജി ഏതൊരു ടീച്ചർ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാച്ച് നോക്കിയിട്ട് എടാ ഇപ്പം കഴിയും ശായതേ ക്ലാസ് കഴിയാനെന്ന് തോന്നുന്നു. അതായത് ടീച്ചർക്ക് മനസ്സിലായി നമുക്ക് ബോറടിച്ചിട്ടുണ്ട്, എപ്പോൾ ബെല്ലടിക്കും, വിശക്കുന്നുണ്ട്, ഉച്ചൻ്റെ പീരീഡാണെന്ന്. ഇതേപോലെ സുവോളജി ടീച്ചർ ഒരു ദിവസം വന്ന സമയത്ത് ടീച്ചറോട് ചോദിച്ചു, കൗതുകരമായിട്ട് ചോദിച്ചു, അല്ല മിസ്സിൻ്റെ സാലറി എത്രയാണെന്ന് ചോദിച്ചു +2 പഠിക്കുന്ന സമയത്ത്. അപ്പോൾ മിസ്സ് പറഞ്ഞു 25,000 രൂപ എന്ന് പറഞ്ഞു. 2011-13 ബാച്ചാണ് ഞാൻ. അപ്പം എൻ്റെ വയസ്സേക്കില്ലേ കണക്ക് കൂട്ടുന്നത്, വയസ്സ് 29, നോട്ട് ഔട്ട് അങ്ങനെ പറയേണ്ടത്. ഓക്കെ. അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചതാണ് മിസ്സ് എത്രയാണ് സാലറി ചോദിച്ചപ്പോൾ 25,000 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എൻ്റെ ഉള്ളിൽ വണ്ടറടിച്ചൊരു കാര്യമുണ്ട്, എന്ത് വില എടുത്തൊരു ഹയർ സെക്കൻഡറി ടീച്ചറാണ്, ഗവൺമെൻറ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. അതിലേക്ക് എത്താൻ പറ്റിയെങ്കിൽ എത്താം, ഇനിയും ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു മോട്ടീവ് അതായിരുന്നു അന്നത്തെ. പല കാരണങ്ങളും ഉണ്ട്, പൈസ എന്നുള്ളത് മാത്രമല്ല. പക്ഷേ എന്നാൽ എനിക്ക് മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ഹയർ സെക്കൻഡറി ടീച്ചറാണ് ഉണ്ടായിരുന്നു. പക്ഷേ +2 എനിക്ക് ടോട്ടൽ മാർക്ക് 75% ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗവൺമെൻറ് സീറ്റുകളൊന്നും അഡ്മിഷൻ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ പ്രൈവറ്റ് അല്ല മാനേജ്മെൻറ്റ് സീറ്റിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് എത്ര കുറഞ്ഞോ അത്രയും പൈസ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. ഞാൻ പഠിക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് ഫീസിന് അത്ര ഫീസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴൊക്കെ നിങ്ങൾ ഏതൊരു എയ്ഡഡ് കോളേജുകളിൽ പോവുകയാണെങ്കിലും അവിടെ ഒരു സീറ്റിന് നിങ്ങൾക്കൊരു ഡിഗ്രി പഠിക്കാനുള്ള സീറ്റിന് വരെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു നിങ്ങൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. +2ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രിക്കും അതേപോലെ എൻട്രൻസുകൾക്കൊക്കെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. മാർക്ക് എന്നല്ല, കോൺസെപ്റ്റൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുന്ന കുട്ടിയൊക്കെ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, +2ലൊക്കെ നല്ല മാർക്ക് ഉണ്ടാണെങ്കിൽ +1 നല്ല മാർക്ക് വേണം. നിങ്ങളുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ +1ഉം +2ഉം കമ്പൈൻ ചെയ്തുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്യുക. അപ്പോൾ +1ൽ നല്ല മാർക്ക് വാങ്ങുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ നിങ്ങൾക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു 10 മണിക്കൂറോളം വലിപ്പമുള്ള ദൈർഘ്യമുള്ളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ പേര് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്നാണ്. ആ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നുന്നു ഒരു 50-60 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അതേ രീതിയിൽ വന്നത്, സെയിം ടോപ്പിക്ക് വന്നിട്ടുള്ളൂ. സെയിം ടോപ്പിക് അല്ല, സെയിം ക്വസ്റ്റ്യൻസ് അതേ രീതിയിൽ തന്നെ വന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത്രയും കുറവായിരിക്കും. പക്ഷേ ആ ചോദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിലൂടെ ബാക്കി എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഡെവലപ്പായി. അപ്പം മറ്റു രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നിങ്ങൾ ഡെവലപ്പ് ആവും. ഇനി നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവരുത്. നിങ്ങൾ ഇനി ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. NCERT എക്സാംപ്ലറൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. NCERT സൈറ്റിൽ നിങ്ങൾക്ക് എക്സാംപ്ലർ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. എല്ലാ ചാപ്റ്ററിനും കിട്ടും. എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എക്സാംപ്ലറത്തെ എല്ലാ ക്വസ്റ്റ്യൻസൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അത് കണ്ട് ഡെസ്പ് ആവുകയും വേണ്ട. അത്യാവശ്യം നല്ല ഒരുപാട് ചോദ്യങ്ങൾ പറ്റുന്ന അത്രയും ചെയ്തു നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ മിസ്സെലേനിയസ്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയലും മിസ്സെലേനിയസ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ NCERT മുഴുവൻ ചെയ്യാം, മിസ്സെലേനിയസ് ചെയ്യുക, അങ്ങനെയാണ് ഫുൾ മാർക്ക് കിട്ടുന്നതായിരുന്നു. അന്ന് തന്നെ മിസ്സെലേനിയസ് ചെയ്യാതെ പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് B+ലേക്ക് എത്തിയത്. അന്ന് ഞാൻ മിസ്സെലേനിയസ് കൂടി ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ A+ലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ NCERT പ്ലസ് അതിൻ്റെ മിസ്സെലേനിയസ് എന്തായാലും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. പ്ലസ് എക്സാംപ്ലറിൻ്റെ ചോദ്യങ്ങൾ പറ്റുന്ന അത്രയും ചെയ്യാൻ നോക്കുക. എല്ലാം നിർബന്ധിക്കുന്നൊന്നുമില്ല. അങ്ങനെ അത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം സെറ്റാവും. അത്രയും പഠിച്ചാൽ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്ത ഹാർഡ് വർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഇത് തന്നെ നിങ്ങൾ ടെസ്റ്റ് ആവേണ്ട. നിങ്ങൾക്ക് എത്ര മാർക്ക് വന്നാൽ എന്നിലേക്ക് നോക്കിയാൽ മതി. എൻ്റെ മാർക്ക് അത്രയും കുറവാണ്. അങ്ങനത്തെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ ഹാർഡ് വർക്ക് തന്നെയാണ് അതിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിർത്തരുത്. ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പഠിക്കുന്ന എവിടെ സ്റ്റക്ക് ആയിട്ടുണ്ടോ അവിടെ നിന്ന് മുതൽ വീണ്ടും തുടങ്ങുക. റീസ്റ്റാർട്ട്. +2 12th ഫെയിൽ എന്ന് പറഞ്ഞ ഫിലിമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? സോ റീസ്റ്റാർട്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ സൈലന്റ് ലേണിംഗ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് A+ വേണമെങ്കിലും ഫുൾ മാർക്ക് വേണമെങ്കിലും ഒക്കെ തന്നെ ഇവിടേക്ക് വരിക. കഴിഞ്ഞ വർഷം അഗ്നി ബാച്ചിലൂടെ പഠിച്ച 27 കുട്ടികൾക്കാണ് 520ൽ 520 മാർക്കുള്ളത് കേട്ടോ. ഫുൾ ഔട്ട് ഓഫ് ഫുൾ അല്ലേ? 520 മാർക്ക് വാങ്ങിയ കുട്ടികളുടെ എണ്ണം 27 ആണ്. കഴിഞ്ഞ വർഷം എക്സാം അത്യാവശ്യം ടഫായിരുന്നു. എന്നാൽ പബ്ലിക് എക്സാം കുറച്ചൊരു സിമ്പിളായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. മോഡൽ എക്സാമും ക്രിസ്മസ് എക്സാമും ടഫ് ആയതുകൊണ്ട് കുട്ടികൾ നന്നായിട്ട് പഠിച്ചു. അതുകൊണ്ട് അവർക്ക് പബ്ലിക് എക്സാം ഈസി ആയിട്ട് മാറി. അങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.